യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തിന്റെ വിളംബരം ഒരു പ്രാവശ്യം കൂടി ഈ പ്രശാന്ത സുന്ദരമായ ദേശത്തിന്റെ നടുവിൽ നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ദൈവരാജ്യ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ യേശു വരാൻ സമയമായി. ഈ ഭൂമിയിലെ സകല ഭരണകൂടങ്ങൾക്കും അറുതി വരുത്തിയിട്ട് ഇവിടത്തെ എല്ലാവിധമായ ഭരണകൂടങ്ങൾക്കും, അത് ഏകാധിപത്യ ഭരണമാകട്ടെ, ജനാധിപത്യ ഭരണമാകട്ടെ, രാജത്വ ഭരണങ്ങളാകട്ടെ, സകല ഭരണകൂടങ്ങൾക്കും അറുതി വരുത്തിയിട്ട് ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ യേശു വരാൻ സമയമായി. ഒരിക്കൽ മാനവകുലത്തിന്റെ പാപം പരിഹരിപ്പാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി തീർന്ന, മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന, എല്ലാ കർമ്മമാർഗങ്ങൾക്കും അറുതി വരുത്തി വിശ്വാസത്താൽ രക്ഷമനുഷ്യന് സ്വന്തമാക്കിയിട്ട് യേശു ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, പാപപരിഹാരത്തിനായി ഒരൊറ്റ മാർഗമേ ഉലകത്തിൽ ദൈവം വെച്ചിട്ടുള്ളൂ. അത് യേശു ക്രിസ്തു വന്ന ഏക സത്യമാർഗമാണ്. കാരണം മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പാപത്തിന്റെ പരിഹാരം ചെയ്ത ഏക ഗുരു ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഒരു മനുഷ്യന് മാത്രമാണ് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, ദൈവത്തിന്റെ തേജസ്സിനകത്തും ദൈവത്തിന്റെ മഹത്വത്തിനകത്തും വസിച്ചവൻ സ്വർഗം വിട്ട് ഈ താണഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നു. കാരണം മനുഷ്യന് മാത്രമാണ് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യാൻ കഴിയുന്നത്. പാപിയായ ഒരു മനുഷ്യന് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പാപമില്ലാത്ത പരമപരിശുദ്ധനായ, പാപം ചെയ്തിട്ടില്ലാത്ത, പാപം അറിഞ്ഞിട്ടില്ലാത്ത, പാപത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത, പാപത്തെക്കുറിച്ച് ആർക്കും ബോധ്യം വരുത്താൻ കഴിയാത്ത യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മാനവകുലത്തിന്റെ പാപം പരിഹരിപ്പാനായി ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ദാസ്യരൂപമെടുത്ത് ഇറങ്ങി വന്നു. അങ്ങനെ മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ സകലവിധമായ കർമ്മമാർഗത്തിനും അറുതി വരുത്തി. ഇനി വിശ്വാസത്താൽ ആര് യേശുവിന്റെ അടുക്കലേക്ക് ചെന്ന്, യേശുവേ ഞാൻ പാപിയാണ്, അങ്ങ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചത്, എനിക്ക് പകരക്കാരനായിട്ടാണ് അവിടുന്ന് മരിച്ചത് എന്ന് ആര് വിശ്വസിച്ച് യേശുവിന്റെ ദൈവപുത്രത്വത്തിൽ വിശ്വസിച്ച് യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരുമോ, അവർക്ക് സൗജന്യമായി പാപമോചനവും വീണ്ടെടുപ്പും നിത്യജീവനും നിത്യസമാധാനവും നിത്യാനന്ദവും ലഭ്യമാകുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. അങ്ങനെ ഒരിക്കൽ പാപം പരിഹരിച്ച് യേശു ക്രിസ്തു തന്റെ യാഗത്തിലൂടെ എന്നേക്കുമായി മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിനും പരിഹാരം വരുത്തി. മാത്രമല്ല, യേശു എല്ലാ മനുഷ്യനെ പോലെയും അടക്കം ചെയ്യപ്പെട്ടു. എന്നാ മരണവാസങ്ങളെ അഴിച്ച് മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. ഈ ഭൂമിയിൽ വന്നിട്ടുള്ള രാജാക്കന്മാർ, നേതാക്കന്മാർ, തത്വചിന്തകന്മാർ, പല ഇസങ്ങൾക്ക് രൂപം കൊടുത്തവർ, പലവിധത്തിലുള്ള സൈന്യാധിപന്മാർ എല്ലാവരും മരിച്ച് മൺമറഞ്ഞ് മണ്ണിനകത്തൊരുങ്ങിക്കൂടിയപ്പോ കല്ലറകളെ വേലിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരുവരേ ഉള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവരാണ്. പാലസ്തീനായുടെ പച്ചമണ്ണിൽ ഇന്നും തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. ആ കല്ലറയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ്. മരണത്തെ പരാജയപ്പെടുത്തി, മരണത്തെ വെല്ലുവിളിച്ച, മരണമേ നിന്റെ ജയമെവിടെ, മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പറഞ്ഞു മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരേ ഒരു വ്യക്തി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും വീണ്ടെടുപ്പും മാത്രമല്ല, അവർക്ക് പുനരുദ്ധാനവുമുണ്ട്. ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ഒരു പുനരുദ്ധാനമുണ്ട്. തന്റെ ജനത്തെ ചേർക്കുവാൻ യേശു കർത്താവ് വേഗം മധ്യാകാശത്ത് വരും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി മധ്യാകാശത്ത് ഇറങ്ങി വരുമ്പോ മരണം കീഴ്പ്പെടുത്തിക്കളഞ്ഞ നമ്മുടെ വൃതന്മാർ, ക്രിസ്തുവിൽ വിശ്വസിച്ച് നിദ്ര പ്രാപിച്ച പ്രിയപ്പെട്ടവർ കല്ലറകളെ ഭേദിച്ചുയർത്തെഴുന്നേറ്റ് വരും. തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ കാണുവാൻ ഇന്ന് നാം
രോഗവും ക്ഷീണവും ബലഹീനതയൊക്കെ അനുഭവിക്കുന്ന മൺമയമായ ശരീരം വിട്ട് മിന്മയമായ ശരീരത്തോടുകൂടി എഴുന്നേറ്റ് വരും. എന്തിനാണെന്നറിയാമോ? തേജസ്സിൽ വെളിപ്പെടുന്ന കർത്താവിനെ മുഖാമുഖം കാണുവാനും കർത്താവിന്റെ അടുക്കിലേക്ക് അവർ എടുക്കപ്പെടും. അന്ന് ജീവിച്ചിരിക്കുന്ന നാം, വിശുദ്ധിയെ തികച്ച കർത്താവിനെ കാത്തിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവജനം, അന്ന് രൂപാന്തരപ്പെട്ടവരായി തേജസ്കരിക്കപ്പെട്ടവരായി കർത്താവിനോടൊപ്പം എടുക്കപ്പെടും. എന്നാൽ അതേ സമയത്ത് യേശു കർത്താവ് തന്റെ ജനത്തെ മധ്യാകാശത്ത് തന്നോടൊപ്പം ചേർക്കുകയും പ്രതിഫലങ്ങൾ ഭജിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് വേദപുസ്തകം പറയുന്നു. എന്നാൽ തുടർന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന എതിർ ക്രിസ്തുവിന്റെ വളരെ ഭീകരമായ ഒരു വാഴ്ച തുടർന്നുള്ള 7 വർഷക്കാലം ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. മനുഷ്യർക്കാർക്കും സഹിച്ചുകൂടാൻ കഴിയാത്ത അന്ധകാരത്തിന്റെയും ഇരുട്ടിന്റെയും അധർമ്മത്തിന്റെയും വലിയ ഭീകരമായ ഒരു അനുഭവം ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നു. ആ എതിർ ക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന ഭാഷ, അവൻ അധർമ്മമൂർത്തിയാണ്. അധർമ്മം ഒരു മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിക്കപ്പെടുവാനിടയായിത്തീരും. അവന്റെ നേതൃത്വത്തിൽ ഈ ഭൂമിയിൽ വലിയ കൊടിയ പീഡനങ്ങൾ ഉണ്ടാകും. വിൽക്കുവാനോ വാങ്ങുവാനോ അവന്റെ മുദ്രയേൽക്കാത്ത ആർക്കും കഴിയാത്തൊരു കാലം വരാൻ പോവുകയാ. അതിനു മുമ്പ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ യേശു വരും. എന്നാൽ എല്ലാ കാലത്തും അധർമ്മമൂർത്തിക്ക് ഭൂമിയെ ഭരിക്കാൻ കഴിയില്ല. 7 വർഷം കഴിയുമ്പോ യേശു കർത്താവ് ഒരു മലയിലേക്ക് തന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ സകല ദൂതന്മാരോടും കൂടെ മഹത്വത്തോടെ യേശു ഇറങ്ങി വരും. എന്നിട്ട് എതിർ ക്രിസ്തുവിനെ പിടിച്ചുകെട്ടി ചങ്ങലക്കിട്ട് ഈ ഭൂമിയിലെ സകല രാജാക്കന്മാരെയും പരാജയപ്പെടുത്തിയിട്ട് ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കും. ആ ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തെ കുറിച്ചാണ് എനിക്ക് മുമ്പേ പിതാവ് ഇവിടെ പാടുവാനിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, അന്ന് അധർമ്മം കാണില്ല, അനീതി കാണില്ല, കൊലപാതകം കാണില്ല, ആത്മഹത്യ കാണില്ല, ലഹരി കാണില്ല, അന്ന് ഒരു വിധത്തിലുള്ള സ്വജനപക്ഷപാതവും കാണില്ല. എല്ലാത്തിനും അറുതി വരുത്തിയിട്ട് നീതിയുക്തമായ ഒരു ഭരണം ഭൂമിയിൽ യേശു സ്ഥാപിക്കാൻ പോവുകയാണ്. ആ യേശു ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. യേശു ക്രിസ്തുവിന്റെ ദൈവരാജ്യം സമാധാനപൂർണമായ സന്തോഷപൂർണമായ എല്ലാവർക്കും ആനന്ദം ലഭിക്കുന്ന, എല്ലാവർക്കും സ്നേഹം മാത്രം അറിയാവുന്ന, സന്തോഷം മാത്രം അറിയാവുന്ന, സമാധാനത്തിന്റെ പൂർണ്ണതയുള്ള ആ നിത്യമായ ദൈവരാജ്യത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. ഇപ്പോൾ ഈ ഭൂമിയിൽ ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിനെ കൈക്കൊണ്ട് യേശുവിനോട് കൂടെ നടക്കുന്നവർക്ക് ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി ആ ദൈവരാജ്യത്തിലേക്ക്, ആ ദൈവിക സാമ്രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും. നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ആ നിത്യമായ ആനന്ദത്തിലേക്ക്, സമാധാനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ മണ്ണൂര് ഒരു ചെറിയ സഭയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, കടന്നു വന്നാൽ കർത്തദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.